ഓക്കെ ഫൈൻ, പറഞ്ഞോ, ആരായിരുന്നു പറയാൻ? അതെ, ട്യൂട്ടോറിയലില് ആ അത് പറഞ്ഞോ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണെങ്കിൽ സാറ് തന്നിരിക്കുന്ന 5 എന്നാണ്, പക്ഷെ 10 ആണ്. ആ 10ന്റെ അപ്പം എനിക്ക് തോന്നുന്നു അത് കാൽക്കുലേഷന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അത് 2-3 പേര് എടുത്തിട്ട് പറഞ്ഞു. പിന്നെ വേറെന്തുവാണ് അത് ഇന്ന് നമുക്ക് ട്യൂട്ടോറിയലിലൂടെ ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് 11 മണിക്ക് പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാമോ? ഒരു മിനിറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നയൻത് ക്വസ്റ്റ്യന്റെ ഉത്തരം തെറ്റാണ്. അത് ഡയമീറ്റർ വരുന്നത് 0.097 ഞാൻ ആ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻ ആദ്യം ക്വസ്റ്റ്യൻ ഓർഡറിൽ പറയണേ. 6th ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? 6 ഓക്കെ. ഏത് ക്വസ്റ്റ്യൻ ആണ് തെറ്റാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഉണ്ടല്ലേ ഫസ്റ്റ്. ഓക്കെ, വാട്ട് മസ്റ്റ് ബി ദ ലെങ്ത് ഓഫ് എ 5 mm ഡയമീറ്റർ വയർ? അത് ട്വിസ്റ്റഡ് നോക്കട്ടെ ത്രൂ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻസ് കിട്ടും അല്ലേ? ഷിയർ സ്ട്രെസ് ഓഫ് 42. ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട് T/J ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ ടോ ബൈ ആർ. അങ്ങനെയല്ലേ ചെയ്തത് നിങ്ങൾ? അതെ സർ. ഓക്കെ, ജി തീറ്റ എന്ന് പറഞ്ഞാൽ 2π റേഡിയൻസ് ആകും. റേഡിയൻസിന്റെ വാല്യൂ ഏതാ? സാറിന്റെ വോയിസ് ഫീബിൾ ആണ്, ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇപ്പൊ കേൾക്കാമോ? ഹലോ പാർത്ഥിവ, ഇപ്പൊ കേൾക്കാമോ? ഏതാ ക്ലിയർ ആണോ അല്ലേ? ഹലോ എടാ ക്ലിയർ, എനിക്ക് നിങ്ങളുടെ കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്നും പറയുമോ ക്ലിയർ ആണോ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. എനിക്ക് നിങ്ങളുടെ സൗണ്ട് ഫീബിളായിട്ട് കേൾക്കുന്നു. ഞാൻ നോക്കട്ടെ ഇനി ഇതിനകത്ത്. ഓക്കെ ആ ശരി. അപ്പം നമ്മൾ എവിടെയായിരുന്നു? ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എത്ര? 10 പോയിന്റ് ആണോ കിട്ടിയേ? എനിക്ക് ഞാനൊന്ന് എഡിറ്റ് ചെയ്തോട്ടെ. 10 പോയിന്റ് ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തത് നമ്മുടെ ഫൈനൽ എക്സാമിന്റെ സിമിലർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാന്നേ ഉള്ളൂ. 10 പാർട്ടി വന്ന് പറഞ്ഞ 10.097. ആ 10.09 10.1 കൊടുക്കാം. ഓക്കെ ഫൈൻ. അടുത്തത് പിന്നുള്ളത് ലിസ്റ്റ് അസംഷൻസ്, ടോർഷൻ ഫോർമുല. പിന്നെ നമ്മൾ T/J ടോ ബൈ ആർ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു, അത് ഓർമ്മ വേണം. പിന്നുള്ളത് സോളിഡ് സർക്കുലർ ഷാഫ്റ്റ്. 6th പ്രോബ്ലം ഓക്കെ ആണോ? കിട്ടിയായിരുന്നോ? ഓക്കെ ഫൈൻ. പിന്നെ ഹോളോ ഷാഫ്റ്റ് വിത്ത് ആൻ ഔട്ടർ ഡയമീറ്റർ, അത് കിട്ടിയായിരുന്നോ? 7th ഓക്കെ അല്ലേ? പിന്നെ സ്റ്റേറ്റ് ദ അസംഷൻസ് ഇൻ ദ തിയറി ഓഫ് പ്യൂർ ടോർഷൻ. ആൻഡ് അസംഷൻസ് ഇൻ തിയറി ഓഫ് പ്യൂർ ടോർഷൻ ഞാൻ തന്നിട്ടില്ല നോട്ടില്ല, അത് നിങ്ങൾ നെറ്റിൽ നിന്ന് എടുത്താൽ മതി. അതിനൊരു എനിക്ക് തോന്നുന്നു 8-9 അസംഷൻസ് ഉണ്ട് കേട്ടോ. പ്ലെയിൻ സെക്ഷൻസ് റിമെയിൻ പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്, ഈവൻ ആഫ്റ്റർ ട്വിസ്റ്റിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് അസംഷൻസ് ആണ് കേട്ടോ. അപ്പൊ അത് ഓർത്തോണേ, കാരണം അത് ഇത് എന്തായാലും മിക്കവാറും ടോർഷൻ ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ അസംഷൻസ് ഇൻ ദ തിയറി ഓഫ് പ്യൂർ ടോർഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ? അത് ഈ ഡൗട്ട് ഉണ്ട്. ആൻസർ ഡി എനിക്ക് കിട്ടിയത് 0.097 മീറ്റർ. ഡി ഈക്വൽ ടു 0.097 കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഒരു മിനിറ്റ്. എല്ലാവർക്കും ഇപ്പൊ ആൻസർ കിട്ടിയ, അപ്പൊ ബാക്കിയുള്ളവര് ഹരിലക്ഷ്മി ഉണ്ടോ? എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തവരുണ്ടല്ലോ. കിട്ടിയായിരുന്നോ 9ാമത്തെ ക്വസ്റ്റ്യൻ? എനിക്ക് 0.077 അതായത് 77 മീറ്റർ അല്ലേ? അല്ലേ യൂണിറ്റ് എന്താ? മീറ്റർ. ഓക്കെ. പിന്നെ ആരുണ്ട്? അശ്വിൻ ഉണ്ടോ?
0.7 ശ്രവൺ ഉണ്ടോ? ഉണ്ട് സാർ. എനിക്ക് പാർട്ടിന്റെ സെയിം 0.097. അതായത് 0.097 മീറ്റർ എന്ന് പറയുമ്പം 0.097 മില്ലിമീറ്റർ ആണോ? അതെ സാർ, 97 mm വന്നിരിക്കുന്നത്. ഞാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു, T/J = τ by r ഇല്ലേ, അത് ഇക്വേറ്റ് ചെയ്ത് പവറിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. എനിക്ക് ഒരു മിനിറ്റ്, ഞാനേ ഒരു മിനിറ്റ്, ഞാൻ ഐപാഡ് ഒന്ന് അല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം. ഇപ്പൊ ഐപാഡിൽ ഇനി ചെയ്യാൻ കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരു വഴിയാവും. ആദിലിനും 0.077 എടുക്കാം. ഏതാ? ആദിലിനും 0.077 ആക്കുക. 0.077. നിക്കേ, നിങ്ങളൊരു കാര്യം ചെയ്യാമോ? നിങ്ങൾ ആരെങ്കിലും ചെയ്തോർണോ എനിക്കിപ്പോ ഒന്ന് ഷെയർ ചെയ്യാമോ വാട്സപ്പിൽ? പാർട്ടിവൻ നിന്റെ ഒന്ന് ഷെയർ ചെയ്യാമോ? വീട്ടില് ഈ വിൻഡോ കാണാമല്ലോ അല്ലേ ഇപ്പൊ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് ഇതാണ്, 9ാമത്തെ അല്ലേ, 9ാമത്തെ ക്വസ്റ്റ്യൻ. സോളിഡ് സ്റ്റീൽ ഷാഫ്റ്റ് 120 kilowatt at 180 rpm, determine the suitable diameter of the shaft with the shear stress in the shaft. അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് ഏതാ? T/J = τ by r. T/J = τ by r ആണ് യൂസ് ചെയ്തത് അല്ലേ? T/J എഴുതുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? T/J = τ by r. അപ്പൊ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് suitable 2πnt, പവർ ഈക്വൽ ടു ഇങ്ങനെ തന്നെയാണോ? പവർ ഈക്വൽ ടു 2πnt/60. ഞാൻ ഇത് ചെയ്യാത്തത് കൊണ്ട് ഞാൻ 2πnt/60 ഇല്ലേ? നിങ്ങൾക്ക് 2 ഗ്രൂപ്പ് 2 ആൻസർ കിട്ടിയവര് നോക്കണേ. അപ്പം n എന്ന് പറയുന്നത് 180, then പവർ 120 kilowatt, T എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം അല്ലേ? T വരുന്നത് 6366.19 ന്യൂട്ടൺ മീറ്റർ. 6366.19. ഓക്കെ, കിട്ടിയോ ഹരിലക്ഷ്മി? കാരണം ശ്രവണും പാർട്ടിനും ഇത് കിട്ടി. ഹരിലക്ഷ്മി എന്ന് പറയാമോ? ഏതാ? അത് കുഴപ്പമില്ല, 0.192 ആണ്. 6366. ഓക്കെ ഫൈൻ. 6366 എന്ന് പറയുന്നത് T കിട്ടി. ഇനി then shear stress not exceed twisted diameter. അപ്പം J എത്ര കിട്ടി? J D ഇല്ല നമുക്ക്. അപ്പം πd⁴/32 എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ T/J = τ by r അല്ലേ? അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചോ, മാക്സിമം ടോർക്ക് മേ ബി 1.6 times. അതല്ല അതിന് മേളില് അതിനകത്തില്ല. അപ്പൊ അത് കുഴപ്പമില്ല, അത് മാക്സിമം ടോർക്ക് മേടിക്കണ്ട. അപ്പൊ അത് പിന്നെന്ത് വരുന്ന പറഞ്ഞ് J എത്ര കിട്ടി? J πd⁴/32 അല്ലേ? അത് D തന്നിട്ടില്ല. D ഇല്ല. D ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പൊ πd⁴/32 ഇട്ടിട്ടു മുകളിൽ. ഓക്കെ ഫൈൻ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ശരി, ടോ എന്ന് പറഞ്ഞ 70 MPa. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റ് വരാൻ ചാൻസ് ഇല്ല. R എന്ന് പറഞ്ഞ എത്ര? R D/2 അല്ലേ? ഇതിനകത്ത് ചെയ്യുമ്പം ഒരാൾക്ക് പോയിന്റ് എത്ര കിട്ടിയത്? 0.77. ഹരിലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നു 77. നിങ്ങൾക്ക് എത്ര കിട്ടിയേ? 97. ഇത്രയും ഡിഫറൻസ് വരാനുള്ള കാരണം ഇത് ജസ്റ്റ് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും. ഹരിലക്ഷ്മി പിന്നെ ആർക്കാ കിട്ടിയെന്ന് പറഞ്ഞ്? 77 കിട്ടിയ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല 97. ഇപ്പം 97 കിട്ടിയ വേറെ ആരെങ്കിലും ഉണ്ടോ? ശ്രവണും പാർത്ഥിവനും 97 കിട്ടിയ വേറെ ആരെങ്കിലും? അശ്വിൻ
എനിക്ക് തോന്നുന്നു എനിക്കൊരു മിസ്റ്റേക്ക് വന്നു. കാരണം D/2 നല്ല എടുത്തിരിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് എടുത്തോ? ഞാൻ D/2 ഇട്ടിട്ടില്ല. അപ്പൊ അതേപോലെ ആയിരിക്കും ശ്രവണം. ശ്രവൺ ഞാൻ എഴുതി, പക്ഷെ 2 വന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ 2 എടുത്താൽ മറന്നുപോയി. ഫസ്റ്റ് രണ്ടുപേരും ഒരുപോലെ തിരിച്ചു. അപ്പൊ ഓക്കെ. അപ്പം ഡി എന്ന് പറയുന്നത് അപ്പൊ 55 അല്ല 77. ഓക്കെ ഫൈൻ കേട്ടോ. ദെൻ ആൻസേഴ്സ് ചിലപ്പോൾ തെറ്റുകയാണ്. ഞാൻ എടുത്ത സോഴ്സിന് ചിലപ്പോൾ തെറ്റുകയാണ്. അപ്പം എന്തായാലും ചെയ്യുന്ന മെത്തേഡ് അറിയാമല്ലോ. പിന്നെ അടുത്തത് തീറ്റ കിട്ടിയായിരുന്നോ? 0.106 റേഡിയൻ ആണ് സാർ കിട്ടിയ. 0.106 റേഡിയൻസ്. അതിപ്പോ കറക്റ്റ് ചെയ്തോണ്ടിരിക്കുക. മറ്റേത് 0.7. ഓക്കെ. വേറെ ആർക്കെങ്കിലും 0.106 ആയിരിക്കും മിക്കവാറും. 0.106 ഒരു കോമൺ ആൻസർ ആണ് 0.106 എന്നുള്ളത്. അപ്പൊ നമുക്ക് 0.106 എന്ന് തന്നെ എടുക്കാം. വേറെ ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? ഇതെന്താ ബാക്കിയുള്ളവരാണ്? ഓക്കെ ഫൈൻ. അത് കുഴപ്പമില്ല. പിന്നെ ആരാണ് നമ്മുടെ ആൽബിൻ? കിട്ടിയോ? ഏതാ? 77 ഓക്കെ. തീറ്റ 0.106 കിട്ടിയോ റേഡിയൻസ്? ഓക്കെ ഫൈൻ. അനന്യ കിട്ടിയായിരുന്നോ ഇത്? ഇല്ല സർ, എവിടെയോ തെറ്റുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞ ആൻസേഴ്സ് ഒന്നും അല്ലേ കിട്ടിയേ? എനിക്ക് T6368 ആയി കിട്ടിയേ. അപ്പൊ അതെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് 6368 വരണമെങ്കിൽ 2π/NT/60 അവിടെ ചെയ്തപ്പോ തന്നെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷന്റെ ആയിരിക്കും. പൈന്റെ വാല്യൂ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇത് എത്ര നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര അതിലുണ്ട്? 4 അതിലുണ്ടോ? ഓക്കെ. ഈ 4 അതിലും അതുൽ അവാദ് ഉണ്ടോ? ഇല്ല. അതുൽ ബാസ്റ്റിൻ. ഓക്കെ ഉണ്ടോ? അതുൽ ബാസ്റ്റിൻ ഉണ്ടോ? ചെയ്തായിരുന്നോ? കിട്ടിയായിരുന്നോ? ചെയ്തായിരുന്നു. എനിക്ക് ആൻസറിന് അവിടെ ഇവിടെയൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതെത്ര കിട്ടി? നമ്മുടെ അതായത് ടോപ്പ് കിട്ടി. ഞാൻ ചുമ്മാ ഒരു പേപ്പറിൽ ചെയ്ത് നോക്കി. എനിക്ക് 6366 കിട്ടിയാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇത് ചെയ്യാൻ വേണ്ടിയല്ലേ തരുന്നത്. നമ്മളിപ്പോ അതുൽ KP ഉണ്ടോ? അതുൽ വി ചെയ്തായിരുന്നോ? 9ാമത്തെ ചെയ്തേ. ഏതാ? 9ാമത്തെ 10ാമത്തെ എത്തിയില്ല. 9ാമത്തെ T എത്ര കിട്ടി? 77.380. J എത്ര കിട്ടി? J 6366.2. ഏത് ജെയോ? അല്ല, T. ഞാൻ ചോദിക്കുന്നത് ജെയോ. J കണ്ടുപിടിച്ചില്ല. D കണ്ടുപിടിച്ചില്ല. കണ്ടുപിടിക്കണം. ഓക്കെ ഫൈൻ. നീ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. ഓക്കെ. ആയിഷ? ആയിഷ ഉണ്ടോ? പകുതി പേരുമില്ല. ഞാൻ പിന്നെ ഇനിയിപ്പോ നിങ്ങളെ എന്തിനാണ് വന്നത്? ഓക്കെ. ചെയ്യുന്നവർക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഓക്കെ. അപ്പൊ നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെയാണ് ഇല്ലേ? അപ്പൊ ഇനി 10ാമത്തേലേക്ക് പോട്ടെ. പാർത്ഥിവ് 10ാമത്തേലോട്ട് പോട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഹരിലക്ഷ്മിക്ക് കിട്ടിയ ഉത്തരമാണ് അതിനകത്ത് കറക്റ്റ്. ഓക്കെ ഫൈൻ.
മിനിറ്റ്, അപ്പൊ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തോളൂ. ആൻസേഴ്സ് 0.106 റേഡിയൻസ്. ഡയമീറ്റർ 77. ഓക്കെ, ഇനി അടുത്തത് 10ാമത്തേൽ എന്തായിരുന്നു? ഡയമീറ്ററും കണ്ടുപിടിക്കണം, ഇന്നർ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ, ഹോളോയും സോളിഡ് ആക്കി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനകത്ത് എന്തായിരുന്നു ഡൗട്ട്? ഹലോ, കേൾക്കാമോ? ഹലോ, യെസ് സർ. സർ ക്വസ്റ്റ്യൻ ആ. എക്സ്പ്ലെയിൻ ചെയ്തോ? ഏതാണ് ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ? 10ാമത്തെയോ? യെസ്. 10ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതായത് ഷാഫ്റ്റ് ഈസ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് 300 കിലോവാട്ട് അറ്റ് 2, അതായത് പവർ തന്നിട്ടുണ്ട്, പവർ ഈക്വൽ ടു 300 കിലോവാട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ പവർ തരുമ്പോൾ തന്നെ ഈ ഒരു ഇക്വേഷൻ ഓർമ്മ വേണം, 2π/NT/60. അപ്പം shaft is required to transmit 300 kilowatt at 260 rpm. The maximum torque may be 1.6 times the mean torque. അതായത് ഇവിടെ കിട്ടുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ 2π/NT/60 എന്ന് പറയുന്നത് നമുക്ക് മീൻ ടോർക്ക് ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ ടി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആണ്? ടി മാക്സിമം പറഞ്ഞിരിക്കുന്നത് 1.6. അപ്പൊ 1.6 ടൈംസ് the mean torque, average torque. ഓക്കെ, അപ്പം പവർ ഈക്വൽ ടു 2π/NT/60 കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? മാക്സിമം ടോർക്ക് കിട്ടി, അല്ല മീൻ ടോർക്ക് കിട്ടി. മീൻ ടോർക്കിനെ നമ്മൾ ഇനിയും മാക്സിമം ടോർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ മാക്സിമം ടോർക്കിലേക്ക് ആക്കിയിട്ട് T/J ഈക്വൽ ടു τ/r എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് ഇടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെന്റ്. ഇത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ആ ആവറേജ് വാല്യൂ അസ്യൂം ചെയ്തങ്ങ് എടുക്കാം. പിടികിട്ടിയോ? യെസ് സർ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ T/J ഈക്വൽ ടു ബാക്കി, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിൽ നിന്നുള്ള വ്യത്യാസം പവർ ഈക്വൽ ടു 2π/NT/60 ഫോർമുല ഉപയോഗിച്ചു. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി? TM കിട്ടി. TM കണ്ടുപിടിച്ചാൽ എനിക്ക് T മാക്സ് കിട്ടും. T മാക്സ് എന്തിനകത്ത് ഇട്ട് കൊടുക്കണം? ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. T max by J, T/J ഈക്വൽ ടു ടോപ്പ് ഈക്വൽ ടു G theta. ഇനി ഇവർ രണ്ട് കേസായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റ് സോളിഡ് ആയിരുന്നെങ്കിൽ സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം, ഹോളോ ആയിരുന്നെങ്കിൽ ഹോളോ ഷാഫ്റ്റിന്റെ. ഇത് കിട്ടിയായിരുന്നു. എന്നിട്ട് എന്താ 85G എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത്? ഇത് മിസ്റ്റേക്ക് ആണെന്ന്. 85 ഇതായിരിക്കും, 85 കിലോ. ഓക്കെ, 85 kN/mm² ആയിരിക്കും. ഓക്കെ, ഇത് ആരെങ്കിലും ചെയ്ത് നോക്കിയായിരുന്നു ആൻസർ? അത് ഏതാ ചെയ്ത് നോക്കിയോ? ഹരിലക്ഷ്മി ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്ത് നോക്കി. കിട്ടിയോ? ആ ഉത്തരവല്ല കിട്ടിയ, വേറെ കിട്ടിയ. എത്ര കിട്ടിയ ഡി? സോളിഡ് 2 ഡി 120. സോളിഡ് ഷാഫ്റ്റിന് ഒരു ഡി. അതെത്ര കിട്ടി? 125.7. എടാ ഉറച്ചു പറ, എനിക്ക് കേട്ടോ. എത്ര? 121? 125. 125. ഓക്കെ, അത് 2 ഇക്വേഷൻ ഇടുമ്പോ 2 ഡി കിട്ടുന്നുണ്ട്. ഏതൊക്കെ ഇക്വേഷനാ? T/J ഈക്വൽ ടു τ/r ഉം J equal to G theta by L. G theta. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് T max എന്ന് പറയുന്നത് സാധാരണ എടുക്കുന്നത് എത്ര? മറ്റേ വാല്യൂ എത്ര? അത് പറ. 105 millimeter. ആദ്യം നോക്കട്ടെ, ഇത് എല്ലാവർക്കും ഇത് കിട്ടിയോ എന്നുള്ളത്, എന്നിട്ട് പറയാം. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം.
ഹലോ, കിട്ടിയായിരുന്നോ പാർത്ഥിവ്? ആൻസർ കിട്ടിയോ? ശ്രവൺ ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ചെയ്തു തുടങ്ങിയതേ സർ. ചെയ്ത് തുടങ്ങിയതിന് ആദ്യത്തെ, അതായത് ഹരിലക്ഷ്മി ഇപ്പൊ പറഞ്ഞ 125 105 125 കിട്ടിയിട്ടുണ്ട്. 125 കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പം മിക്കവാറും 125 തന്നെ ആയിരിക്കണം ആൻസർ വരുന്നത്. അതാണ് നോക്കിയത്. കാരണം മറ്റത് എന്തായാലും ചെറുതായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും ഇപ്പം നമ്മൾ ടി മാക്സ് എടുത്തപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ടി മാക്സിമം എടുത്തു, അത് T/J ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് രണ്ട്, അതായത് ഡിഫ്ലക്ഷൻ വെച്ചിട്ടും, ഒരു മിനിറ്റ്, T/J = τ/r എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് ഒന്ന് ഷിയർ സ്ട്രെസ് വെച്ചിട്ടും മറ്റത് ഓക്കെ ഫൈൻ. ഒന്ന് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ T/J = τ/r, രണ്ടാമത് T/J = gθ/l. ഇത് വെച്ചിട്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് രണ്ട് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 125 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടി. ഇനി മറ്റത് എത്ര എന്നുള്ളത് എഴുതിയിട്ട് ഞാൻ പറയാം. മറ്റതിപ്പോൾ 105 ആണ് ഹരിലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് ഏറ്റവും ഹയർ വാല്യൂ മാത്രം എടുക്കുക, അത്രേ ഉള്ളൂ. 125. ഇതിനകത്ത് വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വലിയ ഷാഫ്റ്റ് ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. നമ്മൾ ചെറിയ ഡയമീറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചിലപ്പം മെറ്റീരിയൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ടു ബി ഓൺ ദ സേഫർ സൈഡ് 125 ഒന്നും കൊടുക്കുന്നത്, കേട്ടോ. പക്ഷെ എനിക്ക് അറിയേണ്ടത് രണ്ടാമത്തത് 105 ആണോ അതോ എത്ര ആണെന്നുള്ളത്. അപ്പോൾ ഈ ആൻസർ തെറ്റാണ്. ഞാൻ എടുത്തിരിക്കുന്ന സോഴ്സിലുള്ളത് ആൻസേഴ്സ് തെറ്റാണ്. അത്രയും വലിയ ഡിഫറൻസ് എങ്ങനെ വന്നുള്ളത്. ഹരിലക്ഷ്മി രണ്ടാമത്തത് എന്തായിരുന്നു, കിട്ടിയായിരുന്നോ? സെക്കൻഡ് 120 107 ആക്കിയ 120-യും D0 120 അല്ലേ? മറ്റത് 107. ഓക്കെ, ഞാനൊന്ന് എഡിറ്റ് ചെയ്യട്ടെ. ശരി, 120 107 കിട്ടിയോ? ഓക്കെ, അപ്പം ഞാനത് ഒന്ന് എഡിറ്റ് ചെയ്തോട്ടെ. ആദ്യത്തത് 125 അല്ലായിരുന്നു കൂടുതൽ അല്ലേ? 125-ഉം പിന്നതാ മറ്റതിനകത്ത് 120-യും പിന്നെ എത്രയാണ് 107. ഓക്കെ, ശരി. ഇന്റേണൽ ഡയമീറ്റർ 110. ഇന്റേണൽ ഡയമീറ്റർ 110. അപ്പൊ 120 107 എന്ന് പറഞ്ഞ ഏത് വന്നേ? രണ്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ D0 കിട്ടിയ വാല്യൂ. അതെ, അപ്പൊ 120 ആൻസർ അല്ലേ? 120. രണ്ടാമത്തത് DIക്കോ? 110. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനത് PDF ആക്കിക്കോട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. യെസ്, ഇപ്പം നോക്കിക്കുക ആൻസേഴ്സ് ഒക്കെ ആണോ എന്ന്. അതായത് പത്താമത്തേൻ്റെത് 125, 120-യും 110-ഉം. ഇവിടെ ഒമ്പതാമത്തത് 77 അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനിയും അടുത്ത സിലബസിലെ അടുത്തൊന്ന് നോക്കട്ടെ. അടുത്ത പറഞ്ഞോ. ഡയമീറ്റർ 60 120/2 അല്ലേ? എടാ, ഞാനത് ചെയ്ത് നോക്കിയില്ലല്ലോ. നിങ്ങൾ പറയുന്ന 120 അല്ലേ അത് വരുന്നത്? ബൈ 2 ചെയ്യുമ്പോഴല്ലേ 120 വരുന്നത്? ഡയമീറ്റർ 120/2 വരത്തില്ലല്ലോ. 120 തന്നെയല്ലേ? റേഡിയസ് അല്ലേ 1/2 വരുന്നത്? ഇന്റേണൽ ഡയമീറ്റർ അപ്പം 120 × 2 ചെയ്യണ്ടേ? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
ഷാഫ്റ്റ് ഈസ് ഹോളോ വിത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ ട്വൈസ് ദ ഇന്റേണൽ ഡയമീറ്റർ. ആ 120 into 2 അല്ലേ ചെയ്യാനുള്ളത്? അങ്ങനെ. അതായത് ഷാഫ്റ്റ്, അപ്പൊ നിങ്ങൾ ഇതിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അതായത് ഷാഫ്റ്റ് ഈസ് ഹോളോ വിത്ത് എക്സ്റ്റേണൽ ഡയമീറ്റർ ട്വൈസ് ദ ഇന്റേണൽ. പക്ഷേ നിങ്ങൾ ഇത് എക്സ്റ്റേണൽ ഡയമീറ്റർ ഡി നോട്ട് ഈക്വൽ ടു ട്വൈസ് ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2DA ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വാല്യൂ ഓട്ടോമാറ്റിക്കലി വരണ്ടേ? മനസ്സിലായോ? ഹലോ, പോയോ ഹരിലക്ഷ്മി? Yes, sir. എടാ ഡി നോട്ട് ഈക്വൽ ടു 120. അപ്പൊ നമ്മൾ 5/4 πd⁻⁴/32 എന്നുള്ളതിനകത്ത് 5/32 ഇൻറ്റു, അതായത് 5/32, ഈ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? 5/32 ഇൻറ്റു, കാണാമോ ഞാൻ എഴുതുന്നത്? കാണാം സർ. d04 മൈനസ് di⁻⁴ അല്ലേ? 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 ഇതല്ലേ ഇക്വേഷൻ? എക്സ്റ്റേണൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡയമീറ്ററിന് പകരം നമ്മൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത് 2di⁻⁴ ഇട്ട് കൊടുത്തിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഡി നോട്ട് ആദ്യം കണ്ടുപിടിച്ചു, എന്നിട്ട് നിങ്ങൾ DI എന്ന് പറഞ്ഞ 110 എങ്ങനെ എത്തി? ഹരിലക്ഷ്മി, അപ്പൊ 120യുടെ പകുതിയല്ലേ എടുക്കുന്നത്? അതായത് ഡി നോട്ട് ഈക്വൽ ടു 2DI അല്ലേ? അപ്പൊ പകുതി എടുക്കണ്ടേ സർ? എനിക്ക് മനസ്സിലായി. DI ഈക്വൽ ടു 120ന്റെ പകുതി 60. ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ 110 എന്നുള്ള വാല്യൂ ഇവിടുന്ന് കിട്ടിയെന്ന്. 120 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെ തെറ്റുന്നത്? 120 കറക്റ്റായിട്ട് കിട്ടിയില്ലേ? പിന്നെ ഈ 110 എന്നുള്ള, അതാണ് എനിക്ക് ഡൗട്ട് വന്നത്. 110 എന്നുള്ള വാല്യൂലേക്ക് എങ്ങനെ വരും? അങ്ങനെ. ഓക്കെ. ഞാൻ കരുതി ഇനിയിപ്പോ നിങ്ങൾ വേറെ എന്തെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്ത് സർ. അതേപോലെ നമ്മളുടെ ആ ഡെറിവേഷന്റെ ഷെയർ ചെയ്യോ സർ? ആ PPT-യുടെ ഫസ്റ്റ് ഞാൻ എഴുതി പഠിപ്പിച്ചിട്ട് അതിന്റെ PPT എഴുതിയത് സേവ് ചെയ്യാതെ PPT മാത്രം ഇട്ടിട്ടുണ്ട്. ആ പടം മതിയോ? അത് മതി സർ. പടം, അതിന്റെ ആ ഫിഗർ മാത്രം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏത് ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് അതിന്റെ ഒരു കാര്യം ചെയ്യാം. അതിന്റെ പക്ഷേ എന്റെ കിൻഡിൽ എഡിഷൻ ആണല്ലോ. ഞാൻ നോക്കട്ടെ, അതിന്റെ ആ പാർട്ട് മാത്രം ഞാൻ സ്കാൻ ചെയ്തിട്ട് തരാം. ഓക്കെ സർ. അതാകുമ്പോൾ അത് നോക്കി ചെയ്താൽ മതി. ഒരു മിനിറ്റ്, അപ്പോൾ ട്യൂട്ടോറിയൽ ഒന്നുകൂടി ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി ഓക്കെ. അപ്പം ഇപ്പൊ കാണാമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ആൻസർ ഡി നോട്ട് ഈക്വൽ ടു 120യും DI ഈക്വൽ ടു 60. അപ്പൊ നമ്മൾ ഇപ്പം ആദ്യത്തെ സെക്ഷൻ, അതായത് ഏതായിരുന്നു നിങ്ങൾക്ക് സിലബസിൽ? ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പോവാണ്. എൻ്റെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ചെയ്യാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനായിട്ട് ഇടപെട്ട് ചെയ്യിക്കും എന്നുള്ളത് കരുതണ്ട. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അടുത്തത്, ഓക്കെ, ഞാൻ ആ സിലബസ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ സിലബസിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ടോർഷണൽ ഡീഫോർമേഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. അതിനകത്ത് അസംഷൻസ് ഉള്ളത് വന്നു. അതിന്റെ ഡെറിവേഷൻ നമ്മൾ കവർ ചെയ്തു. ടോർഷണൽ റിജിഡിറ്റി, പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ബേസിക് ഡിസൈൻ. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഷാഫ്റ്റിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഡയമീറ്റേഴ്സ് കണ്ടുപിടിക്കുക അല്ലേ? ആണോ അല്ലേ? ഓക്കെ. അപ്പൊ സിമ്പിൾ പ്രോബ്ലംസ് ടു എസ്റ്റിമേറ്റ് സ്ട്രെസ് ആൻഡ് അത് മറ്റേത് ഡയമീറ്റർ എല്ലാം കണ്ടുപിടിക്കാൻ ഹോളോ ഷാഫ്റ്റിന്റെ അറിയാം. അപ്പൊ നമുക്ക് ബേസിക് ഇക്വേഷൻസ് അറിയാം. പവർ ഈക്വൽ ടു 2π NT/60 ആണ്. ഇവിടെ ഒരു
സ്പെസിഫിക് കേസ് വരാനുള്ള ചാൻസ് ഉള്ളത് പവർ ഈക്വൽ ടു 2π/nt/60 കിട്ടുന്ന ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആവറേജ് ടോർക്കാണ്. ഇനി മാക്സിമം ടോർക്ക് ഈസ് 1.5 ടൈംസ് ദ ആവറേജ് ടോർക്ക് അല്ലെങ്കിൽ 2 ടൈംസ് ദ ആവറേജ് ടോർക്ക് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരുകയാണെങ്കിൽ ഓർമ്മ വരേണ്ടത് കാര്യം T/J ഈക്വൽ ടു τ/r ഈക്വൽ ടു gθ/L ടി എന്ന് പറയുന്നത് ആ സമയത്ത് മാക്സിമം ടോർക്കിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. അല്ലാതെ ഇനിയും ക്വസ്റ്റ്യൻ വരികയാണെന്ന് കരുതിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് അസ്യൂം മാക്സിമം ടോർക്ക് എന്ന് പറയുന്ന ഒരു വാല്യൂ അസ്യൂം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അസ്യൂം ദ മാക്സിമം ടോർക്ക് ഈസ് 1.5 ടൈംസ് ദ ആവറേജ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ആർ ആക്ച്വലി ഫ്രീ ടു ടേക്ക് ആവറേജ് ടോർക്ക്. കേട്ടോ? ഓക്കെ ആണോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ കാൻഡിലിവർ ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അത് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് കിടന്ന് ചെയ്യുന്നത് കൊണ്ടും സോൾവ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടും തൽക്കാലം ഞാൻ അത് മാറ്റി വെച്ചിട്ട് അത് ഒരു 2-3 ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കത് ലൈവ് ക്ലാസ്സിൽ തന്നെ ചെയ്യാം. ഞാൻ ഇതേപോലെ ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾ ചെയ്തിട്ട് വരിക. അത് എല്ലാ കേസും, അതായത് UVL വരും, ഇത് വരും. അപ്പം അതിൻ്റെ ഓൾറെഡി ഇനി ക്വസ്റ്റ്യൻസ് തരണ്ട. ആ 20 ക്വസ്റ്റ്യൻസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താൽ മാത്രം മതി. പക്ഷേ 20 ക്വസ്റ്റ്യൻസും എല്ലാവരും, കുറച്ച് പേര് വളരെ 2-3 പേര് മാത്രമേ എന്നെ ആക്ച്വലി കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു 2 ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇതെന്തായിരിക്കും? നമ്മളത് പഠിച്ചതാണ്, എല്ലാം പഠിച്ചതാണ്. ഇതേതാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്താണെന്നറിയാമോ? പാർട്ടിവേ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹലോ, കേൾക്കാമോ? എടാ ഞാൻ കേൾക്കാം. ഇതെന്താന്നേ ഞാൻ പറയാം എല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളെപ്പോഴും നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തെന്ന് കരുതുക. 2 എൻഡിലും റിയാക്ഷൻസ് കൊടുത്തു. ഒരു പോയിന്റ് ലോഡ് കൊടുത്തു. സിമ്പിൾ കേസിൽ ഒരു പോയിന്റ് ലോഡ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് W സെൻട്രൽ ആക്ട് ചെയ്യുന്നു. അപ്പൊ 2 ലോഡ്സും എന്ത് വരും? ഇവിടെ 2 എന്ത് വരും? W/2. ഓക്കെ ആണോ? ഇത് മനസ്സിലായോ? ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇവിടെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഒരു സെക്ഷൻ എക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ എടുത്തു. ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x മീറ്റർ ഫ്രം ദ റൈറ്റ് എൻഡ്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് പറയാമോ? പാർത്ഥിവേ ഒന്ന് പറയാമോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ്? So W/2 into x plus ആണോ? അല്ല, മൈനസ് ഈ ലെങ്ത് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ L/2 ആണ്. L/2. ഇതും ഇങ്ങോട്ട് L/2. ഓക്കെ, ഇപ്പൊ എന്ത് വരും? മൈനസ് W പറഞ്ഞോ. into L/2 minus L/2. minus L/2. മൈനസ്
W into W into X minus L by 2. minus L by 2. minus അതെ X minus L by 2 കറക്റ്റ്. X minus L by 2 അല്ലേ? ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? X minus L by 2 ആണ് അല്ലേ? ആണോ അല്ലേ? ഇതല്ലേ സെക്ഷൻ X. അപ്പൊ ഇവിടെ ഇത് ഞാൻ പറയാൻ കാരണം, നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് മാക്സ്. ഇപ്പൊ നമ്മൾ ഫിഗർ വരച്ചിരുന്ന സമയത്ത് നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെയും ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഒക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഷിയർ ഫോഴ്സിന്റെ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ടു ദ റൈറ്റ് ഓഫ് ദ സെക്ഷൻ അപ്വേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനല്ലേ കിട്ടുക? ആണോ അല്ലേ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരും? ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് മാക്സിമം വന്നു, ഇവിടെ വന്ന് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് പോസിറ്റീവ്. ഇവിടെ നിന്ന് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇവിടെ വന്നു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് താഴേക്ക് 0 വരും. ഇങ്ങനെയല്ലേ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്? അപ്പൊ നിങ്ങൾ ഈ ഷിയർ ഫോഴ്സ് 0 ആവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അതായത് ഇത്രയും ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് X എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, ഇത് X1 എന്ന് എടുക്കും, നമ്മൾ നേരത്തെ X എന്ന് എടുത്തോണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്ന പോയിന്റ് എനിക്ക് ലൊക്കേറ്റ് ചെയ്യണം. ഇത് സിമെട്രിക്കൽ ലോഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ നടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? പറയാമോ? മനസ്സിലായില്ല. എടാ ഇപ്പൊ ഇതിനകത്ത് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്ന പോയിന്റ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ അതിന്റെ ലൊക്കേഷൻ എന്ന് പറയാൻ പറഞ്ഞ എത്ര പറയാം? Location of the point where maximum bending moment occurs. Sir, shear force ന്റെ അവിടെ 0 വരുന്ന അത്രയും ഡിസ്റ്റൻസ് X എടുത്തിട്ട് ഫോഴ്സിനകത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഷിയർ ഫോഴ്സ് അതിനകത്ത് SFD ആ പോയിന്റ് ഈക്വൽ ടു 0, നെറ്റ് ഫോഴ്സ് അവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് X കണ്ടുപിടിക്കാൻ പറ്റും? നെറ്റ് ഫോഴ്സ് 0 എന്ന് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? സർ ആ സെന്റർ പോയിന്റിൽ നെറ്റ് ഫോഴ്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും? സർ അപ്പം നമുക്ക് അന്നേരം ആ X എന്നുള്ള ഡിസ്റ്റൻസ് ഇട്ടിട്ട് കണ്ടുപിടിച്ചോളൂ. അങ്ങനല്ല, ഇതിപ്പോ സിമെട്രിക്കൽ ലോഡിംഗ് ആയതുകൊണ്ട് സെൻട്രലാണ്. ഇപ്പൊ നമ്മൾ സെൻട്രലിൽ വരും, ചിലപ്പോൾ മാറി വരും. ഇവിടെയൊക്കെ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ എപ്പോഴും അതൊരു പർട്ടിക്കുലർ എക്സിന്റെ ടേംസിലുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇനി ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് കരുതുക. dmx ഡിവൈഡഡ് ബൈ, ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്, dx. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന കൺസെപ്റ്റ് പോലെയാണോ? അല്ലല്ല. ഡിഎമ്മിനെ എം ഈക്വൽ ടു എപ്പോഴും മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഞാൻ ഇതിനെ എക്സ് വെച്ച് dx വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി എനിക്ക് എന്ത് കിട്ടും? FA വരും, ഫോഴ്സ്. അപ്പൊ ഇവിടെ അതൊന്നും എടുക്കണ്ട. അപ്പം ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ dm by dx ഓഫ് എ പർട്ടിക്കുലർ സെക്ഷൻ ഗിവ്സ് ദ ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, മാക്സിമം ഒരു പർട്ടിക്കുലർ, അപ്പൊ നമുക്ക് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് mx അല്ലേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? mxന്റെ ഫംഗ്ഷനെ അല്ലേ ചെയ്യുന്നത്? ഈ d ബൈ dxനകത്ത് ഈ പർട്ടിക്കുലർ ഈ ബ്രാക്കറ്റിൽ ഉള്ള സാധനം മാക്സിമം ആണെങ്കിൽ ആ ഡിഫറൻഷ്യൽ എന്തായി മാറും? മാക്സ് ആണ്. എന്തായിട്ട് മാറും? നമ്മളൊരു ക്വാണ്ടിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂവിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് മാറും? ദാറ്റ് ക്വാണ്ടിറ്റി വിൽ ബി ഈക്വൽ ടു അതിന്റെ മാക്സിമം ആയിരിക്കും. അല്ല, വാല്യൂ ഇപ്പൊ മാക്സിമം. അപ്പൊ മാക്സിമം എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ dm by dx ഈക്വൽ ടു 0.
dm by dx equal to 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റ് വെയർ ഷിയർ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്ന പോയിന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ mx എഴുതണം, dm by dx ഈക്വൽ ടു 0 ചെയ്യുക. ഈ പർട്ടിക്കുലർ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിൽ കിട്ടുന്നതിനെ ഈക്വൽ ടു 0 ഇട്ടിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. മനസ്സിലായോ? അല്ല, അന്ന് സാറ് പഠിപ്പിച്ച ഇതുപോലെ ഇതല്ലേ, എക്സിന്റെ വാല്യൂ മറ്റേ L/2 ഇട്ട് ആ കമ്പോണന്റ് 0 ആക്കുന്ന രീതിയിലല്ലേ അന്ന് പറഞ്ഞ്? എങ്ങനെയാ അങ്ങനെ? അന്ന് പറഞ്ഞില്ലേ ഇപ്പൊ മാക്സിമം വാല്യൂ ഒപ്റ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞ് സാറ് ഈ ടോപ്പിക്ക് പഠിപ്പിച്ചില്ലായിരുന്നു? അപ്പോ ഇങ്ങനെയല്ലേ പറഞ്ഞേ, അതായത് മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ എക്സിന്റെ വാല്യൂ L/2 വരുന്ന രീതിയിൽ, അപ്പം ആ കമ്പോണന്റ് പോവില്ലേ? അപ്പൊ അങ്ങനെയല്ലേ മാക്സിമം വാല്യൂ കിട്ടുന്നല്ലേ സാർ അന്ന് പറഞ്ഞു? മനസ്സിലായി. എക്സിന്റെ വാല്യൂ L/2 വന്നിട്ട് എക്സ് ഈക്വൽ ടു L/2 കൊടുത്താലല്ലേ മാക്സിമം കിട്ടുന്നത്, dmx മാക്സിമം കിട്ടുന്നത്, അങ്ങനല്ലേ അന്ന് പറഞ്ഞു? mx മാക്സിമം ആവുന്നത് x ഈക്വൽ ടു L/2 ആവുമ്പോൾ. അതെ. അപ്പോ എക്സിന്റെ വാല്യൂ L/2 മാത്രമല്ലേ വരൂ ഇപ്പൊ മാക്സിമം കണ്ടുപിടിക്കാനാണെങ്കിൽ പോലും? ഇവിടത്തെ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ x ഈക്വൽ ടു L/2. ഓക്കെ, ഞാൻ പാർത്ഥിവ് പറഞ്ഞതിന് വേറെ കാര്യം പറയാം. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിന് x ഈക്വൽ ടു L/2 സമ്മതിച്ചു. ഇനിയും ഞാനൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വരച്ചു, റിയാക്ഷൻസ് കൊടുത്തു, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊടുത്തു, ഇവിടെ ഒരു പോയിന്റ് ലോഡ് കൊടുത്തു, നടുക്കൊരു പോയിന്റ് ലോഡ് കൊടുത്തു. ഡിസ്റ്റൻസ് എല്ലാം തരും, ഈ ഡിസ്റ്റൻസ് ഒക്കെ തരും, എല്ലും എല്ലാം തരും. ഇതൊരു 10, ഇതൊരു 5, ഇത് 2 kN per meter. ദെൻ എൽ എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ എടുക്കും, 10 മീറ്റർ. ശരി, അപ്പൊ ബാക്കി ഒന്ന് കണ്ടുപിടിക്കാനാണല്ലോ. ഇവിടെ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കും? നമ്മൾ മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതണം. ഇവിടെ മൊമെന്റിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞത് നേരത്തെ സിമെട്രിക് ലോഡിംഗ് ആണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് സിമെട്രിക് ലോഡിംഗിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചിട്ട് ബെൻഡിങ് മൊമെന്റിലേക്ക് പോകണം, ഇല്ലേ? അവിടെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട്. ബെൻഡിങ് മൊമെന്റിനെ എക്സിന്റെ ടേംസിൽ ഒരു വാല്യൂ എടുത്തിട്ട് ഇവിടെ ഒരു സെക്ഷൻ എക്സ് കൊടുക്കുക, മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക, mx എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുക, ഒരു ഗവേണിംഗ് ഇക്വേഷൻ ഉണ്ടാക്കുക, dm by dx ഈക്വൽ ടു 0 എടുക്കുക. അപ്പൊ എന്ത് കിട്ടും? എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? മൊമെന്റ് മാക്സിമം ആവും. എന്നിട്ട് ഇത് ഇനി വേറെ മെത്തേഡും ഉണ്ട്. എല്ലാ മെത്തേഡും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവും. കാരണം ഏരിയ ഓഫ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ആണ്. അതായത് അത് ഞാൻ പിന്നെ പറയാം. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. ബേസിക്കലി ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് കിട്ടും. അതിലേക്ക് ഇപ്പൊ പോണ്ട, തൽക്കാലം നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് നമുക്ക് പോയിന്റ്സ് തരത്തില്ലേ? അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് അറിയാലോ. അപ്പൊ ആ പോയിന്റ്സ് വെച്ച് ഏരിയ കണ്ടുപിടിച്ച് ഇപ്പം പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്താലും മതി. പക്ഷെ ഞാനിപ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഇപ്പം പാർട്ടിന് മനസ്സിലായല്ലോ ഇപ്പൊ ഏരിയ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. കിട്ടേണ്ടവർക്കെല്ലാം കിട്ടി കാണും, മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും അത്. അപ്പൊ അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്താലും കറക്റ്റ് ആൻസറേ കിട്ടത്തുള്ളൂ. പിന്നെ സ്പെസിഫിക്കലി സിലബസിൽ ഇങ്ങനൊരു സാധനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഏതായിരുന്നു ഇത്? സിലബസ് തന്നെയല്ലേ? അതെ, ഓക്കെ. ഇതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു ഈ സെക്ഷനിൽ നിന്ന് ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യണം? അത് സോൾവ് ചെയ്യുന്നത് ഏരിയ എടുത്ത് ചെയ്യരുത്, dm by dx എടുക്കണം. dm by dx ഈക്വൽ ടു എന്ത് കിട്ടും? ഷിയർ ഫോഴ്സ് കിട്ടും. അതേപോലെ ഷിയർ ഫോഴ്സ് നമ്മൾ UDL-ന്റെ കേസിലൊക്കെ ഷിയർ ഫോഴ്സ് F ഇൻ ടേംസ് ഓഫ് എക്സ് വരത്തില്ലേ?
ഇല്ലേ? Yes, sir. അപ്പൊ ആ കേസിൽ ഷിയർ ഫോഴ്സ് dF/dx ഈക്വൽ ടു റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞു. റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഇങ്ങനെ UDL തന്നിരിക്കുകയാണെങ്കിൽ ഈ ചെറിയ ഇതില്ലേ W kN/m, ഇതാണ് റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ UVLന്റെ കേസിലും റേറ്റ് ഓഫ് ലോഡിംഗ് വരില്ലേ ഇങ്ങനെ വരുമ്പോ? ഓക്കെ ആണോ? Yes, sir. അപ്പൊ ഈ റേറ്റ് ഓഫ് ലോഡിംഗ് ഇതിനകത്ത് വരുന്ന W kN/m എന്നോ അങ്ങനത്തെ സാധനങ്ങൾ വരുന്നില്ലേ, അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഷിയർ ഫോഴ്സ് ഇക്വേഷനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താലേ കിട്ടൂ. ഐഡിയ കിട്ടിയോ? Yes, sir. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇപ്പൊ അടുത്ത പ്രോബ്ലം ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്യും, ET ലാബിൽ തന്നെ ഷെയർ ചെയ്യും, സൊല്യൂഷൻസ് വിടാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി എന്നാ ക്ലാസ്? പാർത്ഥിവേ, നമുക്ക് നാളെ ഉണ്ടോ? ഫ്രൈഡേ. നാളെ ഇല്ലേ? നാളെ നിങ്ങൾക്കില്ലേ? ഫ്രൈഡേ ഞാൻ ചോദിക്കട്ടെ, ഫ്രൈഡേ രാവിലത്തെ വല്ലതും സെഷൻസ് ഉണ്ടോ? എല്ലാ സെഷനും ക്ലാസ് എടുക്കുന്നുണ്ടോ? Yes, sir. Friday full time ഉണ്ട്. ടൈം ഉണ്ടല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പം ഫ്രൈഡേ അങ്ങനെയാണെങ്കിൽ 2 മണിക്ക് എടുക്കാം. ഞാൻ എന്തായാലും കോളേജിൽ കാണും. അപ്പം 2 മണിക്ക് ഈ പർട്ടിക്കുലർ ഇനിയും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബിറ്റ്വീൻ ലോഡും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റിന്റെയും പ്രോബ്ലംസ് ആണ്. അവിടെയും നിങ്ങൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കേണ്ടി വരും ചില കേസുകളിൽ. അപ്പോൾ അതിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ തരാം. ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന പാറ്റേണിൽ സീരീസിന്റെ രീതിയിൽ തരാം. അത് ചെയ്തിട്ട് വരിക. അന്ന് നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ ആണോ? Yes. എന്തെങ്കിലും ആൻസറിന് എന്തെങ്കിലും വ്യത്യാസം, ഞാൻ ഷെയർ ചെയ്യുന്ന സൊല്യൂഷൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഇതുപോലെ മെസ്സേജ് ചെയ്താൽ മതി. അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈവ് സെഷനിൽ നമുക്കിത് സോൾവ് ചെയ്യാം. എന്നാലേ നമ്മൾ പഠിക്കത്തുള്ളൂ. എടാ ഓക്കെ ആണോ? Yes, sir. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ഫ്രൈഡേ ഞാൻ ഇന്നിപ്പോൾ ഒരെണ്ണം ഷെയർ ചെയ്യും. അത് സോൾവ് ചെയ്തിട്ട് വരിക. 10 ക്വസ്റ്റ്യനേ ഉള്ളൂ. സോൾവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനടുത്ത വീക്കിൽ നമുക്ക് മെക്കോളൈസ് മെത്തേഡിൻ്റെ പ്രോബ്ലം ചെയ്യണം. പിന്നെന്താണ്, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അടുത്ത ആഴ്ചത്തേക്കുള്ളത് ഞാൻ മറ്റന്നാൾ ഷെയർ ചെയ്യുകയും ചെയ്യും ക്ലാസ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മൊഡ്യൂൾ 5 പോകും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. Yes, sir. Yes, sir. ഓക്കെ then. അപ്പോൾ ഓക്കെ, ബൈ. Thank you, sir. Thank you, sir. ഓക്കെ, താങ്ക് യു.